കോഴിക്കോടിന്റെ ഫൈനൽ കണക്ക് വരാൻ ഇനി മൂന്ന് സീറ്റുകളിൽ മാത്രമേ ഫലം വരാനുള്ളൂ. ബാക്കി ഫലം വന്നു കഴിഞ്ഞു. അപ്പോഴാണ് 29 LDF-നും 25 UDF-നും. ഇനി വരാനിരിക്കുന്ന 3 എണ്ണത്തിൽ 2 എണ്ണമാണ് LDF ലീഡ് ചെയ്യുന്നത്. അതായത് കോട്ടൂളിയും ചെലവൂരും ഇത് 2 LDF ലീഡ് ചെയ്യാണ്. മായനാട് UDF ലീഡ് ചെയ്യാണ്. അതായത് ഫൈനൽ ഫിഗർ വരുമ്പോൾ 31-26 എന്നുള്ള നിലയിൽ LDF-ന് കോഴിക്കോട് കോർപ്പറേഷൻ നഷ്ടമാവില്ല എന്ന അവസ്ഥയിൽ ആകും കാര്യങ്ങൾ. അതായത് 31 സീറ്റ് LDF-നും 26 സീറ്റ് UDF-നും 13 സീറ്റ് NDA-ക്കും എന്നുള്ള നിലയിൽ കോഴിക്കോട് ഫിനിഷ് ചെയ്യുക. അതുകൊണ്ട് ഏറ്റവും വലിയ കക്ഷി എന്നുള്ള നിലയിൽ LDF-ന് ഭരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. ശരി, പത്തനാപുരം പഞ്ചായത്ത് 50 വർഷത്തിന് ശേഷം UDF-നെ എന്ന് കണ്ണൻ നായർ പങ്കുവയ്ക്കുന്നു. മയ്യനാട് പഞ്ചായത്തിൽ 72 വർഷത്തെ ഇടതു ഭരണം അവസാനിച്ചു. UDF മയ്യനാട് പഞ്ചായത്തിൽ ഭരണം പിടിച്ചു. പത്തനാപുരത്തും മയ്യനാടും UDF ഭരണം പിടിച്ചു എന്നുള്ളതാണ്. പത്തനാപുരം പഞ്ചായത്തിൽ UDF-ന് 10 സീറ്റുകളിലും LDF-ന് 7 സീറ്റുകളിലുമാണ് മേൽക്കൈ നേടാൻ കഴിഞ്ഞത്. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിയമസഭാ മണ്ഡലമാണ് പത്തനാപുരം. അവിടുത്തെ ഒരു പഞ്ചായത്താണ്. പത്തനാപുരത്ത് ഭരണം പിടിച്ചു UDF എന്ന് പറയുമ്പോൾ അവിടെ ഇക്വേഷനുകളിൽ മാറ്റമുണ്ടോ? ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ തവണയും അതേപോലെ മത്സരിച്ചത്, ഏറെക്കാലമായി അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതിന്റെ തുടർച്ചയാണ്. അക്കാര്യങ്ങളിലൊക്കെ വിശകലനമൊക്കെ വരേണ്ടതുണ്ട്. എന്നാലും പത്തനാപുരത്ത് 50 വർഷത്തിന് ശേഷമാണ് UDF-ന്റെ ഭരണം വരാൻ പോകുന്നത്. മയ്യനാട് പഞ്ചായത്തിൽ 72 വർഷത്തെ ഇടതു ഭരണം അവസാനിക്കുന്നു. UDF മയ്യനാട് പഞ്ചായത്തിൽ ഭരണം പിടിച്ചു. LDF-ന് 8ഉം UDF-ന് 12ഉം LDF-ന് 8ഉം വാർഡുകളാണ് മയ്യനാട് ഗ്രാമപഞ്ചായത്തിൽ സ്വന്തമായിരിക്കുന്നത്. പൊന്മുണ്ടം പഞ്ചായത്തിൽ കോൺഗ്രസ് CPM സഹകരണത്തോടുള്ള സഖ്യം അധികാരത്തിലേക്ക് എന്ന കൗതുകകരമായ വാർത്തയുണ്ട്. കോൺഗ്രസ് CPM സഹകരണത്തോടുള്ള സഖ്യം 11, ലീഗ് 4, ആകെ 18 സീറ്റാണ്. ലീഗുമായി തെറ്റിപ്പിരിഞ്ഞതാണെന്ന് തോന്നുന്നു അല്ലേ? പ്രാദേശികമായ വിവരമാണ്. അക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ വേണം. അരുൺ അമർനാഥാണ് അങ്ങനെ ഒരു വിവരം പങ്കുവച്ചത്. പൊന്മുണ്ടം പഞ്ചായത്തിൽ, മലപ്പുറത്തെ പൊന്മുണ്ടം പഞ്ചായത്തിൽ കോൺഗ്രസ് CPM സഹകരണത്തിലുള്ള സഖ്യം അധികാരത്തിലേക്ക് എത്തുന്നു എന്നൊരു കൗതുകകരമായ വിവരം കൂടിയുണ്ട്. മെച്ചപ്പെടുത്തിയാണ് 490 ഗ്രാമപഞ്ചായത്തുകളിൽ കോൺഗ്രസ് മുന്നിട്ട് 500ലേക്ക് അടുക്കുകയാണ്. 490 ഇടത്ത് 356 ഇടത്താണ് LDF-ന് ലീഡുള്ളത്. 24 ഇടങ്ങളിൽ NDA-ക്കും 490 എന്ന വലിയ സംഖ്യയിലേക്ക് UDF എത്തുകയാണ്. ഒരു മധുരം പങ്കുവയ്ക്കലിന്റെ വിവരം നേരത്തെ അമൽ പ്രശാന്ത് കൃഷ്ണൻ പങ്കുവച്ചിട്ടുണ്ട്. പരസ്പരം മധുരം പങ്കുവച്ച് V. മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും ഒരേ പാർട്ടിക്കാരാണ്. അവർ മധുരം പങ്കുവയ്ക്കുന്ന അങ്ങനെ സാധാരണ നിലയിൽ വാർത്തയാകേണ്ടതല്ല. പക്ഷേ ആ ഇക്വേഷനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയാണോ? വിജയത്തിൽ എല്ലാവരും ഒരുമിച്ചോ? പരസ്പരം മധുരം പങ്കുവച്ച് V. മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലെ BJP-യുടെ ഭരണ നേട്ടത്തിന് പിന്നാലെ പല പ്രതികരണങ്ങൾ വരികയാണ്. CPM-ന്റെ അഴിമതിക്കും അഹന്തയ്ക്കും എതിരായ ജനത്തിന്റെ തിരിച്ചടി എന്നാണ് V. മുരളീധരന്റെ പ്രതികരണം. 2 പേർക്ക് രാജീവ് ചന്ദ്രശേഖർ മധുരം നൽകിയിട്ടുണ്ട്. ആ ശ്രീലേഖയ്ക്കും VV രാജേഷിനുമാണ്. 2 പേരിൽ ആരാണ് തിരുവനന്തപുരത്തിന്റെ മേയർ എന്നുള്ള തീരുമാനം സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖറിന് കീഴിൽ അങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ അത് എങ്ങനെ ഒരു പത്യാചരണത്തിന്റെ ഭാഗമായി തന്നെ വരാനേ ഉള്ള സാധ്യതകളെ ഉള്ളൂ.